ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബ്രെഡ് വെച്ചൊരു പലഹാരം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുക്കണം. പിന്നെ ഈ ബ്രെഡ് മുക്കി കഴിക്കാനായിട്ട് ഗ്രീൻ ചട്നി വേണം. പിന്നെ ഈ ബ്രെഡിനകത്ത് വെക്കാനായിട്ട് നമുക്ക് മസാലക്കൂട്ട് വേണം. നമുക്കിതെല്ലാം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു 2-3 മണിക്കൂർ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെക്കണം. അത് നന്നായിട്ട് കോരുന്നതിന് ശേഷം ഒരു കുക്കർ എടുക്കുക. അതിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ രണ്ടും കൂടി മിക്സായി കിട്ടണം. പിന്നെ അതിന് ശേഷം നമുക്കിതിൽ പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കറി മസാല, കുറച്ച് മസാലപ്പൊടി ഇടണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു സവാള എടുക്കണം. അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞരിഞ്ഞ് ഇതിലിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് എരി വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കണം. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡിനകത്ത് വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബ്രെഡ് മുക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിന് മൈദാ മാവാണ് എടുത്തിട്ടുള്ളത്. അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് നല്ല ലൂസ് പരുവാക്കി എടുക്കണം. ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പയിലൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് സെറ്റാക്കി എടുക്കുക. ബ്രെഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലക്കൂട്ട് ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് അതിന് മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു കത്തി എടുത്ത് അതിനിങ്ങനെ സൈഡ് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത ശേഷം മാവിൽ മുക്കണം. എന്നിട്ട് നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിൽ ഓരോന്നായിട്ട് മുക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിതിൽ 4 ബ്രെഡ് പക്കോടയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ചൂടായി ഒരു സൈഡ് ഇങ്ങനെ ചൂടായി വരുമ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിടുമ്പോൾ ഒരു യെല്ലോ കളറാണ്. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോഴാണ് ഇത് കറക്റ്റ് പാകമാവുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ മുക്കി കഴിക്കാനുള്ള ഗ്രീൻ ചട്നി റെഡിയാക്കാം. അതിനുവേണ്ടി മല്ലിയില, പുതിനയില, ഇഞ്ചി, പച്ചമുളക്, ഒരു നാരങ്ങയുടെ പകുതി, ഇത്രയും വേണം. ഒരു ജാർ എടുത്തിട്ട് മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ നാരങ്ങ നീര് ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിൽ വീണ കുരുക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പാകത്തിന് ഉപ്പ്, എന്നിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ ഗ്രീൻ ചട്നി. അപ്പോൾ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി ബ്രെഡ് പക്കോടയും ഗ്രീൻ ചട്നിയിൽ മുക്കി കഴിക്കണം. അപ്പം ചൂടോടുകൂടി തന്നെ ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ടാറ്റാ.